എന്റെ മോളിക്കുട്ടി ജോൺസ് ഒന്ന് വേഗം വാ. ലക്ഷം പിന്നാലെ ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? നമ്മുടെ പാർട്ടിയിൽ ലക്ഷങ്ങളല്ലേ, പിന്നെന്താ? പ്രസിഡന്റ് ലക്ഷങ്ങളെ കണക്കൊന്നും പറയണ്ട. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും പാർട്ടിയിൽ ആളിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. വന്ന് 4-3-7 ജോൺസാ, നീ വെറുതെ അച്ചടക്ക നടപടിക്കുള്ള വകുപ്പുണ്ടാക്കരുത്. പ്രസിഡന്റിന്റെ അധികാരം ഞാനങ്ങ് പ്രയോഗിക്കും. പറഞ്ഞേക്കാം. പ്രസിഡന്റിന്റെ പിന്നാലെ വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് അവിടെ നിൽക്കട്ടെ. കയ്യിൽ വരുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞങ്ങൾ കാണാറുമില്ല, കേൾക്കാറുമില്ല. പക്ഷെ ഇത് എവിടേക്കാ പോകുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. മോളിക്കുട്ടി വനിതാ മെമ്പറാണെന്നുള്ള പരിഗണന ഞാനങ്ങ് മറക്കും. ആ നേതാവ് മറന്നു, ജനങ്ങൾ മറക്കത്തില്ല. ഇലക്ഷനാ വരുന്നേ, അത് മറക്കണ്ട. നിങ്ങൾ കഥയടിക്കാതെ വാ. ആ പട്ടി ഉണ്ടോന്ന് സൂക്ഷിച്ചോ. നിങ്ങൾ ധൈര്യമായിട്ട് വാ, ഞാനല്ലേ കൂടെ ഉള്ളേ. അതാ ഞങ്ങൾക്ക് ഇപ്പൊ പേടി. ജോൺസാ വേണ്ടാട്ടാ. ഇതെന്താ എല്ലാരും കൂടിയിട്ട് പാർട്ടി വല്ലതും മാറി നിങ്ങള്? അല്ല, ഇലക്ഷൻ ആയതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ നേതാവിനെ ഒന്ന് കാണാമെന്നതാ മാഡം. നേതാവിനെ കണ്ടോ, പക്ഷെ കൊണ്ടുപോകരുത്. അതെന്താ മേഡം അങ്ങനെ പറയുന്നത്? ഇനി വല്ല കേന്ദ്രത്തിൽ നിന്ന് വിളിവല്ലോ വന്നോ? കേന്ദ്രത്തിന് വിളി വന്നില്ലെങ്കിലും പോകേണ്ടി വന്നേനെ. നിങ്ങൾ എന്തായാലും കേറി വാ. വാ മെമ്പർ. ജോൺസാ കാലിന് തന്നെ പറ്റി നേതാവേ? എടോ, സാധാരണ ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ നമ്മുടെ ചിഹ്നം എന്താ? സംശയം എന്താ? വീശറി ആണല്ലോ. ഞാൻ ദേ നമ്മുടെ ഗോപാലചേട്ടന്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോയതാ രാവിലെ. ശാന്ത ചേച്ചി ഇപ്പൊ അവിടെ മിറ്റടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒന്നും ചോദിച്ചില്ല ചേച്ചി. നാളെയാണ് അങ്ങ് പോന്നേക്കണം, നമ്മുടെ ഇതാണ് നമ്മുടെ ചിഹ്നം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗോപാലചേട്ടനോട് തെങ്ങിന് തടവെടുക്കുന്നത് ഞാൻ കണ്ടില്ലടോ. ജോൺസാ വാ. തോമാ അപ്പൊ ശരി. മോളിക്കുട്ടി, ഇലക്ഷൻ വർക്കൊക്കെ എങ്ങനെ പോകുന്നു? ഓ സാറില്ലാത്തോണ്ട് ഒരു സുഖവും ഇല്ല. നടക്കട്ടെ ചെല്ല്. അപ്പൊ ജോൺസാ പറഞ്ഞത് മനസ്സിലായല്ലോ. കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, ഞാൻ സ്ഥാനാർത്ഥി. താ വാ. അതെ, ഞങ്ങൾ ഇറങ്ങാണേ. സ്ഥാനാർത്ഥി സോമനെ മറന്നത് കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നു. അപ്പൊ ഇനി ആരാ സ്ഥാനാർത്ഥി? ഈ ബാബു തൊണ്ടിപ്പറമ്പിൽ. വിളിക്കടാ കീജയ്. ബാബു തൊണ്ടിപ്പറമ്പിൽ. ബാബു തൊണ്ടിപ്പറമ്പിൽ.